തൊപ്പി ഇഷ്യൂ ഇന്നലെ വരെ സത്യം പറയാലോ ഷമീറിന്റെ ലൈവ് കാണുന്നതിന് മുന്നേ വരെ എനിക്ക് തൊപ്പിയോട് കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. പക്ഷെ ഇന്നലെ തോട് കൂടി കഴിഞ്ഞിട്ട് ഉള്ളത് പറയാലോ. ബാല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. കാരണം കൂട്ടുകാര് ഫ്രണ്ട്സിന്റെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരും എന്ത് ചെയ്യാ, മനുഷ്യൻ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയാ കമന്റ് ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി. പക്ഷെ ഇത് ഭയങ്കര ബ്രൂട്ടൽ കമന്റ് അടിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഭാഗത്തൊരു ഇതുണ്ടാ കാണും, ഇല്ല ഒരു ശരി കാണും എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊട്ടും നിർത്തും ആരുടെയും ഭാഗത്ത് നിന്ന് നിൽക്കാൻ എനിക്ക് താല്പര്യം. മനസ്സിലായി. ചെറിയൊരു നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. സജി അവരുടെ കൂട്ടുകാരല്ലേ എന്ന് വിചാരിച്ച ഒരു ഇതുണ്ടായിരുന്നു, മനസ്സിലായ. പക്ഷെ ഇനി ഒരാളുടെ ഭാഗത്തല്ലേ വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. എനിക്ക് ആരുടെ ഭാഗത്ത് താല്പര്യം, എനിക്ക് സംസാരിക്കാൻ താല്പര്യം, ഒന്നും താല്പര്യം ഉള്ളത് പറയുന്നത്. പിന്നെ വന്ന് നിനക്ക് എന്ത് പറയാമെന്നായിട്ട് ഞാൻ പറയുന്നല്ലോ, നീ എന്നോട് പറയുന്നല്ലേ. കുടുംബവും മുന്നോക്കെ ആയിട്ട് നമ്മ മര്യാദയ്ക്ക് ജീവിച്ചു പോകണം. നമ്മ അങ്ങ് പൊക്കോട്ടെ, മനസ്സിലായി. ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് വരെ ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ ഇവിടെ. വൈകിട്ട് കാണാം. ഓക്കെ, സീ യു.